സ്വാമി സച്ചിനെ അനുഗ്രഹിച്ചപ്പോൾ പ്രൊഫസർ എ പ്രസന്നകുമാർ തന്റെ പ്രതിഭയിലൂടെ സന്തോഷവും സമാധാനവും പരത്തുന്നതിനായി ഭഗവാൻ ശ്രീ സത്യസായി ബാബ 1997 ഡിസംബർ 30 സച്ചിൻ ടെണ്ടുൽക്കറെ തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. 22 യാർഡിന്റെ കളിക്കളവും 24 വർഷത്തെ ആധിപത്യവും ഇപ്പോൾ സ്ഥലത്തിന്റെയും കാലത്തിന്റെയും അതിരുകൾ ഭേദിച്ച് വികസിക്കുകയാണ്. ജീവിതം ഒരു കളിയാണ്, അത് കളിക്കുക. ലളിതവും എന്നാൽ സങ്കീർണവുമായ കളി, സങ്കീർണവുമെന്നാൽ ലളിതമായ കളി എന്ന് ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഒരു സന്ദേശത്തിൽ പ്രശസ്തമായി പറഞ്ഞു. ആ സന്ദേശം തന്നെ ലളിതവും എന്നാൽ അഗാധവുമാണ്. ഭഗവാന്റെ 2 ആവേശഭരിതരായ ഭക്തരായ സുനിൽ ഗാവസ്കറും ആൽവിൻ കള്ളിച്ചരനും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചപ്പോൾ അത് അനുകൂലമായി പരിഗണിക്കാൻ സ്വാമി സന്തോഷിക്കുകയും ഐക്യത്തിന്റെയും ഏകോപനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം കൃപയോടെ ക്രിക്കറ്റ് കളി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ശ്രീ സത്യസായി യൂണിറ്റി കപ്പ് ക്രിക്കറ്റ് മത്സരം. കാര്യങ്ങൾ അതിവേഗം സംഭവിക്കാൻ തുടങ്ങി. പുട്ടപർത്തിയിലെ സത്യസായി ഹിൽവ്യൂ സ്റ്റേഡിയത്തെ ഒരു പ്രഥമനിര വേദിമാക്കി മാറ്റാൻ EAS പ്രസന്ന പദ്ധതികൾ തയ്യാറാക്കി. 1997 ഡിസംബർ 30 സച്ചിൻ ടെണ്ടുൽക്കർ നയിച്ച ഇന്ത്യ 11ഉം 1996 ലോകകപ്പ് ചാമ്പ്യൻ ടീമിന്റെ ക്യാപ്റ്റൻ അർജുന രണതുംഗ നയിച്ച ഇന്റർനാഷണൽ 11ഉം തമ്മിൽ ശ്രീ സത്യസായി യൂണിറ്റി കപ്പിനായുള്ള ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നു. ശ്രീ സത്യസായി യൂണിറ്റി കപ്പ് ക്രിക്കറ്റ് മത്സരം എവിടെയും നടക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തേത്. മുൻനിര ക്രിക്കറ്റ് കളിക്കുന്ന മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രമുഖ ക്രിക്കറ്റ് കളിക്കാരുടെ സാന്നിധ്യത്തിലും പങ്കാളിത്തത്തിലും ഒരു വലിയ കായിക ഇവന്റായി മാറി. ആന്ധ്ര ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി N. വെങ്കടറാവുവിന് നന്ദി. ഈ അതുല്യമായ ഇവന്റ് നേരിട്ട് കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. തലേദിവസം വൈകുന്നേരം വെങ്കടറാവുവും ഞാനും മൈതാനത്തേക്ക് പോയി. അവിടെ മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ G. കസ്തൂരിരംഗൻ, കള്ളിച്ചരണ് എന്നിവരോടൊപ്പം EAS പ്രസന്നയുടെ ഉപദേശപ്രകാരം മൈതാനത്തിന്റെ ഒരുക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലിമോസിൻ കാർ സ്റ്റേഡിയത്തിലേക്ക് വന്നു. എന്തൊരു അത്ഭുതം! ഭഗവാൻ ശ്രീ സത്യസായി ബാബ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹത്തിനു പിന്നിൽ കൈകൾ കൂപ്പി സുനിൽ ഗാവസ്കർ, അർജുന റാണതുംഗ, സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവർ നടന്നു. ഒരുക്കങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ച് സംഘാടകരോട് ചോറിഞ്ഞറിഞ്ഞുകൊണ്ട് സ്വാമി 10 മിനിറ്റ് ചെലവഴിച്ചു. തുടർന്ന് 3 സ്റ്റാർ ക്രിക്കറ്റ് താരങ്ങളോടൊപ്പം വീണ്ടും കാറിൽ കയറി യാത്രയായി. പെട്ടെന്ന് കാർ പിന്നോട്ടെടുത്ത് അടുത്തുള്ള വിശ്രമമുറികൾക്ക് സമീപം നിർത്തിയതായി ഞങ്ങൾ ശ്രദ്ധിച്ചു. ടോയ്ലറ്റുകളുടെ ശുചീകരണ നിലവാരം പരിശോധിക്കാൻ സ്വാമി കാറിൽ നിന്ന് പുറത്തിറങ്ങി കെട്ടിടത്തിനുള്ളിലേക്ക് പോയി. ക്രമീകരണങ്ങളുടെയും ആതിഥ്യമര്യാദയുടെയും ഓരോ വശവും സ്വാമി എത്രയധികം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. അടുത്ത ദിവസം രാവിലെ 8:30 86 രാജ്യങ്ങളുടെ പതാകകൾ പിടിച്ച വിദ്യാർത്ഥികളുടെ അകമ്പടിയോടെ സ്വാമി തന്റെ തുറന്ന കാറിൽ സ്റ്റേഡിയത്തിലേക്കെത്തി. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ I.K. ഗുജറാൾ ശ്രീ സത്യസായി യൂണിറ്റി പതാക ഉയർത്തുകയും സ്വാമി ഐക്യത്തിന്റെ ദീപം തെളിയിക്കുകയും ചെയ്തു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ N. ചന്ദ്രബാബു നായിഡു, കർണാടക മുഖ്യമന്ത്രി ശ്രീ J.H. പട്ടേൽ, ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി ശ്രീ ലക്ഷ്മൺ കതിർഗാമർ എന്നിവർ വിശിഷ്ടാതിഥികളിൽ ഉൾപ്പെടുന്നു. സ്വാമി നടുവിലിരുന്ന് മത്സരം മുഴുവൻ വീക്ഷിച്ചു. ഉച്ചഭക്ഷണവേളയിൽ ശ്രീ സത്യസായി പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടി അവതരിപ്പിച്ചു. സച്ചിൻ ടെണ്ടുൽക്കറെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം അതീവ പ്രാധാന്യമുള്ളതായിരുന്നു. സ്വാമിയുടെ അനുഗ്രഹം സച്ചിൻ സ്വീകരിക്കുന്നത് കാണാൻ തുടക്കം മുതലേ സുനിൽ ഗാവസ്കർ അതീവ തൽപരനായിരുന്നു. അവിടെയെത്തിയ സച്ചിന്റെ നിരവധി ആരാധകരും അങ്ങനെ തന്നെയായിരുന്നു. സ്വാമി സച്ചിനിലേക്ക് തന്റെ ശ്രദ്ധ തിരിക്കും എന്ന് ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്തോറും സ്വാമി തന്നിലേക്ക് അടുക്കുമ്പോഴൊക്കെ സച്ചിനിൽ നിന്ന് ബോധപൂർവം അകന്നുമാറി ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് കാത്തിരിപ്പ് നീട്ടി. പിന്നീട് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും ഇന്റർനാഷണൽ 11 വലിയ വ്യത്യാസത്തിൽ പരാജയപ്പെടുത്തി ഇന്ത്യ 11 വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത സച്ചിൻ അഭിമാനകരമായ യൂണിറ്റി കപ്പ് കരസ്ഥമാക്കി. ഭഗവാന്റെ കൈകളിൽ നിന്ന് യൂണിറ്റി കപ്പ് സ്വീകരിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കറെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിമിഷമായിരുന്നു. എങ്കിലും സ്വാമി സച്ചിനോട് ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചുപോയി. സമ്മാനദാന ചടങ്ങിൽ ക്ലൈവ് ലോയിഡ്, ഹനീഫ് മുഹമ്മദ്, സഹീർ അബ്ബാസ്, ആൽവിൻ കള്ളിച്ചരൻ എന്നിവരുൾപ്പെടെയുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും ക്രിക്കറ്റ് താരങ്ങൾക്കും സ്വാമി പ്രത്യേകമായി നിർമ്മിച്ച വെള്ളിക്കപ്പുകൾ സമ്മാനിച്ചു. സച്ചിന്റെ മേൽ ദിവ്യകൃപയുടെ വർഷം. തുടർന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സംഭവം നടന്നു. ചടങ്ങ് അവസാനിച്ചപ്പോൾ സ്വാമി സൗമ്യമായി സച്ചിന്റെ അരികിലേക്ക് നടന്ന് സച്ചിന്റെ തോളിൽ കൈവച്ച് മൈതാനത്തിലൂടെ ഒരു നടത്തത്തിനായി കൊണ്ടുപോയി. ദിവ്യസന്ദേശം എന്താണെന്ന് ആർക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വാമി സച്ചിനോ എന്തോ സംസാരിക്കുന്നത് കണ്ടു. ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റ്മാൻമാരിൽ ഒരാളുടെ തോളിൽ തലോടിയ ആ കൈകളും മഹത്വത്തിന്റെ ഉന്നതങ്ങളിലേക്കുയരാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയ വാക്കുകളും സച്ചിൻ ടെണ്ടുൽക്കർക്ക് മാത്രമുള്ളതായിരുന്നില്ല. അത് ഇന്ത്യയ്ക്കും ഉയർന്നുവരുന്ന പുതിയ തലമുറയ്ക്കും വേണ്ടിയുള്ളതായിരുന്നു. തുടർന്നുണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ചരിത്രമാണ്.
ഈ മത്സരത്തിലൂടെ ശ്രീ സത്യസായി ബാബ നൽകിയ സന്ദേശം 2004 ഒക്ടോബർ 15 റേഡിയോ സായി ഈ മാസിക വളരെ വ്യക്തമായി സംഗ്രഹിച്ചിരിക്കുന്നു. ഇത് ക്രിക്കറ്റ് മാത്രമല്ല, വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ആത്മീയതയുമായി ബന്ധമുണ്ട്. 5000 വർഷങ്ങൾക്കു മുമ്പ് ശ്രീകൃഷ്ണൻ പ്രഖ്യാപിച്ചു, ഏതൊരു നല്ല പ്രവൃത്തിയും സ്നേഹത്തോടെ എനിക്ക് സമർപ്പിച്ചാൽ അത് പവിത്രമായിത്തീരുന്നു. സാധാരണ ജോലിയെപ്പോലും ആരാധനയായി മാറ്റാനുള്ള വഴിയാണിത്. ഈ കാലാതീതമായ സന്ദേശം മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബാബ സൂചിപ്പിച്ചത്, മുഴുവനും ദൈവത്തിന്റെ പ്രീതിക്കായി കളിക്കുകയും സ്നേഹത്തോടെ അവന് സമർപ്പിക്കുകയും ചെയ്താൽ ഒരു ക്രിക്കറ്റ് മത്സരം പോലും ആത്മീയമായി മാറുമെന്നാണ്. സച്ചിൻ തന്റെ പ്രശസ്തമായ കരിയറിലുടനീളം ആ സന്ദേശത്തിന്റെ ചൈതന്യം ഉയർത്തിപ്പിടിച്ചു. യുവതലമുറയ്ക്കുള്ള തന്റെ വിടവാങ്ങൽ സന്ദേശത്തിൽ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ പരിശ്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് സച്ചിൻ ആ സന്ദേശം വീണ്ടും കൈമാറി. തന്റെ പ്രതിഭയിലൂടെ സന്തോഷവും സമാധാനവും പരത്താൻ ഭഗവാൻ ശ്രീ സത്യസായി ബാബ 1997 ഡിസംബർ 30 സച്ചിൻ തെണ്ടുൽക്കറെ തെരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. സച്ചിന്റെ 22 യാർഡിന്റെ കളിക്കളവും 24 വർഷത്തെ ആധിപത്യവും ഇപ്പോൾ വികസിക്കും. അത് സ്ഥലത്തിന്റെയും കാലത്തിന്റെയും അതിരുകളെ ഭേദിക്കുന്നു. സച്ചിനുള്ള ഭഗവാന്റെ ദിവ്യസന്ദേശം. ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളുടെ തോളിനെ സാന്ത്വനിപ്പിച്ച കൈയും മഹത്വത്തിന്റെ ഉത്തുംഗശൃംഗത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയ വാക്കുകളും സച്ചിൻ തെണ്ടുൽക്കർക്ക് മാത്രമുള്ളതായിരുന്നില്ല. അവ ഇന്ത്യയ്ക്കും വളർന്നുവരുന്ന യുവതലമുറയ്ക്കും ഉള്ളവയായിരുന്നു. അതിനുശേഷം സംഭവിച്ചതെല്ലാം സുവർണലിപികളിൽ എഴുതപ്പെട്ട ചരിത്രമാണ്. ഗ്രന്ഥകർത്താവായ പ്രൊഫസർ എ. പ്രസന്നകുമാർ ശ്രീ സത്യസായി ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാഡമിക് കൗൺസിൽ മുൻ അംഗമാണ്.